നമ്മുടെ സുരേഷ് ഗോപി MP പറയുന്നുണ്ടല്ലോ തൃശ്ശൂര് ലേക്ക് കൊച്ചി മെട്രോ നീട്ടാന്നുള്ളത്. അപ്പൊ ഒരു ഓൾട്ടർനേറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നുള്ള രീതിയിൽ കേരളത്തില് ഇഫക്റ്റീവായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഈ ഒരു സമാന്തരമായ റെയിൽ സിസ്റ്റം? ഉദാഹരണത്തിന് ബാംഗ്ലൂർ മെട്രോ ഉണ്ട്, ഡൽഹി മെട്രോ ഉണ്ട്, അതുപോലെ കേരളത്തില് കൊച്ചി മെട്രോ ഇപ്പോൾ നമുക്കറിയാം അത് ആലുവയിൽ എത്തുമ്പോൾ തീരുവാണ്. ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ അങ്കമാലി എയർപോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് തൃശ്ശൂരേക്ക് വന്നാലുള്ള അതിന്റെ വയബിലിറ്റി എന്താണ് അതിനെ പറ്റുന്നത്? വർക്ക് ചെയ്യും. സമാന്തരമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള റെയിൽ സിസ്റ്റങ്ങളാണ് നമുക്ക് കഴിയുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രൗണ്ട് ലെവൽ വാട്ടർ വരാത്ത സ്ഥലങ്ങളിലേക്ക് മാറും. കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഹൈ ലെവലിലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫുൾ ടൈം വാട്ടർ പമ്പ് ചെയ്യുന്ന മേഖലകൾ അത്രയും വലിയ ചിലവ് നമുക്കുണ്ടാകും. ഇപ്പോൾ നമ്മൾ എറണാകുളം തൊട്ട് തീരപ്രദേശത്തൂടെ നമ്മളൊരു സബ്വേ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അത് വെള്ളം കയറാതെ നിർത്തുക എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വർക്ക്. ചെയ്യുന്നുണ്ട്, പമ്പ് ചെയ്ത് വെള്ളം കളയുന്ന സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മളത് ചെയ്യുന്നത്. സ്ഥലങ്ങളിൽ അടിയിൽ കൂടെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ തീരദേശത്തിന് ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ മുഴുവനും നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടതാണ്. ഒരു ഓവർഹെഡ് ഹൈവേനേക്കാളും കൂടുതൽ വേറെ രാജ്യങ്ങളിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാല് മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് അങ്ങനെയല്ലാതെ നമ്മൾ വിചാരിച്ചുള്ളൂ. ജപ്പാനുമായിട്ടോ അല്ലെങ്കിൽ കൊറിയ ആയിട്ടോ അതുപോലുള്ള ഫ്രാൻസ് ഇതുപോലുള്ള ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുമായിട്ടുള്ള ലോങ് ടൈം ആയിട്ട് നമ്മുടെ ഈ പണം കൊടുത്തു മാറ്റുന്ന നിലവാരത്തിലുള്ള സിസ്റ്റങ്ങളാണ് എപ്പോഴും എല്ലായിടും ഉള്ളത്. അത് ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ ഡെവലപ്മെന്റും മറ്റു രാജ്യങ്ങളിലെ എവിടെങ്കിലും പണമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാർ സഹകരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു സംശയവുമുണ്ട്. അപ്പൊ അത് ഇത്രയും കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി മാറും. 600 കിലോമീറ്റർ നീളമുള്ള ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് സ്ഥലം. അതുകൊണ്ട് തന്നെ മുകളിലൂടെയുള്ള റോഡുകൾ സാധനങ്ങൾ ഇനിയും പ്ലാൻ ചെയ്തു അടിയിൽ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് തീരദേശത്ത് മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിഡ്ജുകൾ ഉണ്ടാകുന്ന നിലവാരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹൈവേ സിസ്റ്റം മുകളിലൂടെ ഉണ്ടാക്കുക എന്ന് പറയുന്ന സാധനം ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ഈ വെള്ളം കയറി വരുന്ന ഒരു പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്യാൻ ബാധ്യത വരും. അപ്പൊ അത് കാരണം കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ബ്രിഡ്ജസ് ശരിക്കും പറഞ്ഞാൽ റൗണ്ട് പില്ലറുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ച് കയറാനൊക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ പക്ഷെ വാട്ടർ റൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവും. അത് നമുക്ക് പരിഹരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ അത് അല്ലെങ്കിൽ പിന്നെ വലിയ മതില് ഇവര് ഡൈക്ക് കെട്ടിയതുപോലെ നെതർലൻഡ്സ് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും. അത് വലിയ ചെലവാണ്. അത് നമ്മൾ പ്ലാൻ ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ പാലം ഉണ്ടാക്കി ആ പാലം വെള്ളത്തിന് മുകളിലൂടെ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം വലിയ തിരയടിച്ച് കയറുന്ന തരത്തിലുള്ള സാധനം ഉണ്ടാകത്തില്ല.